ഒരു മാസം മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ കോയിൻസും $1 കൺവേർട്ട് ചെയ്ത് മേടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം അന്ന് നമ്മൾ ആ വീഡിയോയിൽ ABCD വരെ എത്തിയിട്ടുള്ളൂ. പിന്നെ കുറേ ദിവസം ചെയ്തില്ല, പിന്നെ കുറേ ദിവസം അച്ഛനിരുന്ന് ചെയ്ത് അത് തീർത്ത്. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് അവസ്ഥ. ഓക്കെ, ഈ ക്ലോവിൽ CLV അതെന്ന് വെച്ചാൽ 4.3x 2x എല്ലാം അങ്ങനെ അയക്കണേണ്. ഓക്കെ, അതേപോലെ തന്നെ ഡൗൺ ആയിട്ടുള്ളതാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ എന്താ പറയുക, കൺവേർട്ട് ചെയ്തത് അന്ന് ആക്കിയതും എല്ലാം ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതൊരു പരീക്ഷണാർത്ഥം അടുത്ത 2025 ബുൾറൺ വരാണെങ്കിൽ അതിന് പകുതി Q3 വരെ വെക്കാനുള്ളതാണ്. ഓക്കെ, ഇതിൽ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണിക്കേണ്ട BNB GAXL DA അതൊക്കെ എന്ന് വെച്ചാൽ അത് കുറഞ്ഞില്ല, ഒന്നെന്നുള്ളത് കുറഞ്ഞ് വന്നത് ഞാനത് ഇത് റീബൈ ചെയ്തതാണ്. അത് ഈ 80 സെൻറ്റ് കുറഞ്ഞതൊക്കെ വീണ്ടും 20 സെൻറ്റ് വാങ്ങിയതാണ്. ഇവിടെ നമുക്ക് നോക്കാം, Z Y X WW ഇത് UT നല്ല തച്ചിരുന്നത് ചെയ്തായിരുന്നു. ഒറ്റയ്ക്ക് ദിവസം 19 ഡേറ്റ് എനിക്കിപ്പോൾ നോക്കാൻ അറിയാൻ പറ്റും. എസ് പിന്നെ 6 UP NML പിന്നെ HGF പണിയുണ്ട്, തച്ചിരുന്നുള്ള പണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അത് പുറകിലോട്ട് പോകാം. ഇനി എന്താ എന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്ത ഓപ്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിലെടുക്കുക, സ്പോട്ട് എടുക്കുക. ഇപ്പോൾ ഇതിൽ പ്രോഫിറ്റ് മാത്രം നോക്കിയാൽ പറയും, ലോസ് നോക്കണമല്ലോ. ഇപ്പോൾ ഇതൊക്കെ പ്രോഫിറ്റുള്ള കോയിൻസാണ്. ഇതിപ്പോൾ നമ്മൾ 10 ഇട്ടതിൽ 20 ആയേനെ. ഓക്കെ, മറ്റേ 10 ഇട്ടത് 40 ആയേനെ. ഞാനിവിടെ പരീക്ഷണാർത്ഥം $1 മൊത്തം ഏകദേശം 400 കോയിനില്ല, 300 സംതിങ് കോയിനേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഏകദേശം $3000 ലാഭത്തിലാണ്. ഓക്കെ, അല്ല $3000 ലാഭത്തിലാണ്. അത് നഷ്ടവും ലാഭമെല്ലാം കാണിച്ചു തരാം. ഇനി ഒന്നിന് താഴെ താഴെ പോയ കോയിൻസ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഒന്നിന് താഴെ പോയ കോയിൻസ് വെച്ചാൽ ഇതൊക്കെ മേടിച്ച് ഒന്നിന് താഴെ പോയ എങ്ങനെയാണ് കണ്ട ഇത് വേണ്ട $6, 6 സെൻറ്റ് പോയിട്ടുള്ളൂ. ഇതിപ്പോൾ കണ്ട എന്തോരം മാക്സിമം എന്താണ് താഴെ പോയിട്ടുണ്ടെന്ന് നോക്കാം. 10 രൂപ, 10 സെൻറ്റ് പോയിട്ടുള്ളൂ. 10 സെൻറ്റ് മൊത്തത്തിലൊക്കെ ലാഭമാണ്. ഇതാണ് കൂടുതൽ 60 ഏറ്റവും കൂടുതൽ കുറഞ്ഞു പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുറഞ്ഞു പോയിരിക്കുന്നത് ഈ 3 കോയിൻസാണ്. ഈ ACT, കൗവ്, നെയ്റോ, ഇതാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞത്. അപ്പോൾ ഞാനിത് കുറഞ്ഞ എന്ത് പറയാമോ, ഒരു 80 താഴെ പോകണത് 20% കുറഞ്ഞ് താഴെ പോകണമെങ്കിൽ അത് ഞാൻ വീണ്ടും കൺവേർട്ട് ചെയ്ത് വീണ്ടും $1 ആവും ആവറേജ് ചെയ്യും. കൂടിയത് അങ്ങനെ ചെയ്യാറില്ല, കുറഞ്ഞത് മാത്രം വീണ്ടും ബൈബാക്ക് ചെയ്യുന്നുണ്ട്. കൂടിയത് അതേപോലെ തന്നെ വെക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബൈബാക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാലും ഇത് ബൈബാക്ക് ചെയ്യാണ്ടിരിക്കാം, പക്ഷേ ഞാനത് ആവറേജ് ചെയ്യുന്നുണ്ട്. എന്തിലാവട്ടെ, 0 ആവട്ടെ എന്നുള്ള ഇതിൽ ആവറേജ് ചെയ്യുന്നുണ്ട്. ബൈബാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വെക്കാറുണ്ട് അടുത്ത വർഷം വരെ. ഞാനപ്പോൾ ഇതിങ്ങനെ ആവറേജ് ചെയ്യാൻ പോകുന്നത് ഇത് നിൽക്കുന്നു ചെറിയൊരു രീതിക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കൺവേർട്ട് എന്നുള്ള ഓപ്ഷനെ കാണിക്കുള്ളൂ. അപ്പോൾ 20 സെൻറ്റിനാണല്ലോ, 22 സെൻറ്റിന് വാങ്ങണം. ഓക്കെ, അപ്പോൾ 22 സെൻറ്റിന് ഞാനത് വാങ്ങാൻ 4 സെൻറ്റ് ഉള്ളൂ. ഒരു മിനിറ്റ് കേട്ടോ. ആ 4 സെൻറ്റ് അല്ലല്ലോ, മേളിൽ 72 സെൻറ്റില്ലേ. അപ്പോൾ 22 സെൻറ്റിന് നമ്മൾ വാങ്ങുന്നു. ഓക്കെ, ഇതൊക്കെ കുറച്ച് പണിയാണ്, പക്ഷേ ട്രയലിന് 22 സെൻറ്റ് വാങ്ങുന്നു, ട്രേഡ് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ഇനി കൗ അതേപോലെ തന്നെ COW അതും കുറവല്ലേ, അപ്പോൾ ഇതെടുക്കുന്നു. നെയ്റോ, ഇത് 3 ഓർമ്മ വേണം കേട്ടോ. അത് വീണ്ടും ഞാനത് വീണ്ടും വാങ്ങുന്നു, വീണ്ടും 22 സെൻറ്റിന് വാങ്ങുന്നു. ട്രേഡ് ആവട്ടെ. പോയിൻറ്റ് ഇതെന്തിങ്ങനെ കറക്റ്റായിട്ട് വരുന്നത്, പോയിൻറ്റ് 20 ട്രേഡ്. അതും ഞാൻ $1 പിന്നെയും റീബാലൻസ് ചെയ്ത് പിന്നെ അടുത്തത് നെയ്റോ. അപ്പോൾ ഇത് 3 ഞാൻ ചെയ്യുന്നു മാത്രം, ട്രയലിന് വേണ്ടി മാത്രം. ഓക്കെ, അതും 20 സെൻറ്റിന് വാങ്ങുന്നു, ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ അത് ലിസ്റ്റിൽ നിന്ന് താഴ്ന്ന ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇത് വെറുതെ മറ്റേ കൂടിയൊന്നും ഞാൻ സെല് ചെയ്യണമില്ല, പ്രോഫിറ്റ് എടുക്കണമില്ല. പ്രോഫിറ്റ് എന്തിട്ട് ആകെ $3 ഇത് ട്രയലല്ല, വെറുതെ പ്രോഫിറ്റ് ഒന്നും എടുക്കണില്ല, വെറുതെ അതേപോലെ തന്നെ കിടക്കണം. നെയ്റോ ലിസ്റ്റിൽ നിന്ന് പോയി. ഇനി ആ ലിസ്റ്റിൽ നമുക്ക് റീബാലൻസ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള SYN അത് 80 കിടക്കുന്നുണ്ട്, ഇതായി കിടക്കുന്നുണ്ട്, എത്ര ഉള്ളൂ. ഇതൊന്നും കൂടെ ഇപ്പോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർക്കറ്റ് ജസ്റ്റ് ഇടിയാണെങ്കിൽ മാത്രം, രണ്ടിനും കുത്തിന്ന് ചെയ്യാൻ നല്ല പണിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രയൽ. ഇതെന്താണ് അവസ്ഥ എന്ന് നമുക്ക് അടുത്ത വർഷം Q3 ആരംഭിക്കുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ ഭയങ്കരമായിട്ട് ബുള്ളിഷായിട്ട് ആൾക്കാർ ക്രിപ്റ്റോയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറ്റണില്ല, എല്ലാം കൂടെ വിറ്റൊഴിവാക്കാം. കുറേയൊക്കെ 10x അടിക്കും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ തന്നെ 4x അടിച്ചിട്ടുണ്ട്, 4x 10x അടിക്കും എന്നൊക്കെ പ്രതീക്ഷ. 10x അടിച്ചാൽ പിന്നെ വിൽക്കാൻ എളുപ്പമുള്ള, സെല്ല് ചെയ്താൽ 5x അടിച്ചാലും മതി. $5 ഇട്ട് വിൽക്കാൻ പറ്റും നമുക്ക്.
മിനിമം $5 വാങ്ങലും വിൽക്കലും. ഓക്കെ, ബാക്കിയുള്ള എന്ത് ചെയ്യും? ബാക്കിയുള്ള ഒറ്റയടിക്കുന്ന ഈ കൺവേർട്ട് ലോ വോളിയം അസറ്റ് BNB എന്ന് പറഞ്ഞ ഒറ്റയടിക്കുന്നതൊക്കെ ഒഴിവാക്കും. പക്ഷേ 2% ഫീസ് അങ്ങോട്ട് ഇനി ഇത് കാണിച്ചില്ലല്ലോ, ഇത് കാണിച്ചത്. ഇതാണ് ഇത് ഇന്ന് $6 നഷ്ടത്തിലാണ് മൊത്തത്തിലുള്ള എമൗണ്ട്. ഇത് $6. ഇന്നലെ 600 സംതിങ് ഉണ്ട്, അല്ല 400 സംതിങ് ഉണ്ട്. $6 ഇന്നത്തെ PNL നഷ്ടം മൊത്തത്തിൽ. കഴിഞ്ഞ ഒരു 7 ദിവസത്തെ PNL ലാഭം എന്ന് വെച്ചാൽ $3 ലാഭം. കഴിഞ്ഞ 30 ദിവസമുള്ള ലാഭം എന്ന് വെച്ചാൽ $9 ലാഭം. ഇന്നലെ വരെയും കാണിച്ചപ്പോഴേക്കും എന്താ പറയുക, ഞാൻ ഒക്ടോബർ 3 വീഡിയോ ഉണ്ടാക്കിയത്, അല്ല ഒക്ടോബർ 20 വീഡിയോ ഉണ്ടാക്കി. ഇന്ന് നവംബർ 21, അപ്പോൾ ഒരു മാസം കറക്റ്റ്. ഇന്നലെ നോക്കിയപ്പോൾ ഏകദേശം $22,000 സംതിങ്, അല്ല $22 ലാഭം കഴിഞ്ഞു. ഞാൻ 22 ലാഭം എങ്ങനെ കാണിക്കുന്നത് അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇത് 30, ഇതാണ് ഇങ്ങനെ കണ്ട ഗ്രാജുവലി 30 ദിവസം കൊണ്ട് ആദ്യം 8,000 ഇട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം കൊണ്ട് കൂടുതൽ വാങ്ങിയത് ഇപ്പോൾ 38,000 ഇട്ടിരിക്കണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുക, കഴിഞ്ഞ 30 ദിവസത്തെ. ഇനിയിപ്പോൾ ഇതിൽ എന്താ മനസ്സിലാവുക, ക്യുമുലേറ്റീവ് PNL പയ്യെ കയറി വരുന്നുണ്ട്. ക്യുമുലേറ്റീവ് PNL BTC ട്രെൻഡ് അത് നമുക്ക് നോക്കണ്ടല്ലോ. നമ്മുടെ മഞ്ഞ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഡെയിലി ഉള്ള PNL. ചില ദിവസം കൂടുതൽ, ചില ദിവസം കുറയും. നമ്മൾ വിൽക്കാൻ എടുത്തുകൊണ്ട് അങ്ങനെ എടുക്കാം. ഇതാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ PNL എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു മാസത്തെ ഏകദേശം ഇതല്ല 3,000 രൂപയുടെ 3,900 എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. 3,900 പിന്നെ മൈനസ് കാണിക്കുന്നുണ്ട്, മൈനസ് 3,900. അപ്പോൾ നമ്മൾ ഏകദേശം എത്രയിലാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതെങ്ങനെ അറിയണത്? നമ്മൾ 1000 സംതിങ് ഇതെങ്ങനെ പ്രോഫിറ്റ്. ഇത് ഇങ്ങനെയാണ് സംഭവം നോക്കേണ്ടത്. പിന്നെ ഇത് ഏകദേശം 3,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ. ഇത് പിന്നെ ഈ വട്ടത്തിലുള്ളത് ഇതിൻ്റെ മൊത്തം നമ്മൾ $400 അങ്ങോട്ട് ഇട്ടേക്കണം. ആ $400 $4 ക്ലോവ് എന്ന് പറഞ്ഞ സംഭവമാണ്, ക്ലോവർ ഫിനാൻസ്. അതല്ലേ, അത് നമ്മുടെ ഓട്ടോമാറ്റിക് ആയതാണ്. നമ്മൾ $1 ഇട്ടുള്ളത് ആയതാണ്. അതുകൊണ്ടാണ് അത് 1% കാണിക്കുന്നത്. ബാക്കി എല്ലാം നോക്കിയാൽ 7.1%, അതിൻ്റെ ഒരു മാനദണ്ഡത്തിലെല്ലാം ടോട്ടൽ അസറ്റ് ബാക്കി എന്താ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉള്ളൂ. പിന്നെ വേറെ നോക്കുകയാണ്, വേറെ നോക്കാനും തോന്നുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ലാഭത്തിലുള്ള വെറുതെ ഏതൊക്കെ കോയിനാന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ക്ലോവർ, പീനട്ട്, XLM, ഡോജ് ഇതൊക്കെ 1 എന്നുള്ളത് 2x ആയിക്കാണ്, 2.5x. ബോങ്ക്, HBAR, കേക്ക്, തേറ്റ, ആൽഗോ, നിയർ, അഡ, XRP, പിന്നെ എന്നിട്ട് STRX, പിന്നെ RDN, പെപ്പെ, എയ്പ്പ്, DGB, CGXC, സുയി, ഫ്ലോ. സുയി വരെ ഇവിടം വരെയും ഇതാണ് 2x. പിന്നെ 1x ഏതൊക്കെയെന്ന് നോക്കാം. ഫ്ലോ, ഓസ്മോസ്, കമ്പൺ, സോള്, ഓം, ACA, ബിറ്റ്കോയിൻ 1.45 10 എന്നല്ല 15 1000 1,000 പക്ഷെ നമുക്ക് അത്ര മേടിക്കാൻ പറ്റില്ലല്ലോ. BNB ഇത് മെജോറിറ്റിയും കൂടി കിടക്കുന്നുണ്ട്. എവിടം വരെ കൂടി കിടക്കുന്നുണ്ട് നമുക്ക് നോക്കാം. 1.2x എല്ലാം ചെറിയ കുഞ്ഞു 10 രൂപ 10 രൂപ ലാഭത്തിന് ഇവിടം വരെ. ഏതൊരു നഷ്ടത്തിലായിരുന്നു അത് നോക്കും, ജസ്റ്റ് നോക്കാം. ഇവിടം വരെ ഇവിടം വരെ ലാഭം. നമ്മളിപ്പോൾ നെയ്റോ അതൊക്കെ നമ്മൾ ഈ പീക്കിലാക്കിയതാണല്ലോ. ടോൺ വരെ ടോൺ അണ്ട് ACT നമ്മൾ പീക്കിലാക്കിയതല്ലോ, കണ്ടല്ലോ. പിന്നെ കുറേ ഇവിടം ഒരു താഴേക്കാണ് നഷ്ടത്തിൽ. അപ്പോൾ എത്ര കോയിൻ നഷ്ടത്തിലാണെന്ന് വെച്ച് നോക്കാം. കുറച്ച് ഇത്ര ഉള്ളൂ. അതായത് ഇത്രയും നഷ്ടത്തിൽ, മറ്റേ ലാഭത്തിൽ. നഷ്ടം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 20% നഷ്ടമുള്ളൂ, മറ്റേ പ്രോഫിറ്റിലാണ് കൂടുതൽ. ഓക്കെ, അതാണ് സംഭവം. പിന്നെന്തുട്ടാ, പിന്നെ താഴേക്കുള്ള കോയിൻസ് എന്തൊക്കെയാണെന്ന് പറയുമ്പോൾ താഴേക്കുള്ളത് ഡീലിസ്റ്റ് അതിൻ്റെ ഡീലിസ്റ്റ് ആവട്ടോ. കുറേ ചില കോയിൻസ് ഡീലിസ്റ്റും നമ്മൾ മേടിച്ച ഡീലിസ്റ്റ് ആയല്ല, പണ്ടേ ഡീലിസ്റ്റാണ്. ഓക്കെ, അങ്ങനെ കുറേയൊക്കെ. പിന്നെ വേറെന്തൊക്കെ ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത് പറ്റണവർ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിയാണ്. അപ്പോൾ ഞാൻ അടുത്ത വർഷം നമുക്കിതിൻ്റെ വിളവെടുപ്പ് 2025 Q3 സ്റ്റാർട്ട് ആകുമ്പോഴേക്കും വിളവെടുത്ത് തുടങ്ങാം. എന്താ അവസ്ഥ അപ്പം നോക്കാം. ഈ $400 സീറോ ആവും, $400 എത്രയാവും, എത്ര X ആവും നമുക്ക് അന്ന് നോക്കാം. ഓക്കെ, പാക്കലാം.